സന്ധ്യയ്ക്ക് നാമം ജപിക്കണമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളൂ. ആ നാമം കേട്ടാൽ ശപിക്കുമെന്ന് പറഞ്ഞത് ഈ നാമജപം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കലിയുഗത്തിൽ ഒഴിവാക്കാനുള്ള പദ്ധതിയായിരുന്നു. നമ്മുടെ സംസ്കാരത്തെ തകർക്കുന്നതിൽ ആദ്യം നടത്തിയത് നാമജപം വേണ്ട, എന്തായാലും രാമ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കൃഷ്ണ. അപ്പം 3 രാമന്മാരെ ചിന്തിക്കണം: ബലരാമൻ, ശ്രീരാമൻ, പരശുരാമൻ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണനെ ചിന്തിക്കണം. ഇതെല്ലാം 3 തന്നെ. രാമ എന്ന് പറഞ്ഞാലും കൃഷ്ണ എന്ന് പറഞ്ഞാലും നമശിവായ എന്ന് പറഞ്ഞാലും നമ്മുടെ പാരമ്പര്യത്തിൽ ഇത്ര മഹത്തായ ക്ഷേത്രങ്ങളും നാമജപവും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇതിഹാസം. കഴിഞ്ഞ 2 വർഷമായിട്ട് കർക്കിടക മാസം വരുമ്പോൾ ഞാൻ കർമാന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു മുഖമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതനായ ശ്രീ സുനിൽ പള്ളിക്കൽ. അദ്ദേഹം പൗർണമി ദിവസങ്ങളിൽ പൗർണമിക്കാവിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്നെന്തോ ഒരു കാരണം കൊണ്ട് അന്നത് നടന്നില്ല. എന്നെൻ്റെ ആഗ്രഹം സഫലമായിരിക്കണം. അതിനാദ്യം പൗർണമിക്കാവിലമ്മയ്ക്ക് നന്ദി പറയുകയാണ്. നമ്മൾ ഈ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാമായണത്തെക്കുറിച്ചാണ്. രാമായണത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന, ഞാനൊക്കെ പലപ്പോഴും പല അമ്പലങ്ങളിലും പോകുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന രാമായണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലയാകുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചതിനെ നിശബ്ദയാക്കിയിട്ടുണ്ട്. അത് ഒരു ആചാര്യമുഖത്ത് നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ അങ്ങേ കർക്കിടക മാസത്തിൽ കൊണ്ടുവരണമെന്ന് പലപ്പോഴും പ്രതീക്ഷിച്ചത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, രാമനാമം സന്ധ്യയ്ക്ക് ജപിക്കാൻ പാടില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. അവിടെ ഹനുമാൻ്റെ ശാപം കിട്ടും. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിലെന്തെങ്കിലും വാസ്തവമുണ്ട്? നമസ്കാരം. കർമ്മ ചാനലിൽ രാമായണം നമ്മൾ ഇന്ന് പറയുന്ന ദിവസം അഷ്ടമിയാണ് തിഥി. ദിവസം വെള്ളിയാഴ്ചയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. ആ ദിവസം തന്നെ ഭഗവാന്റെയും ഭഗവതിയുടെയും ഇച്ഛപ്രകാരം നമ്മൾ രാമായണത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിൽ ലോകം മുഴുവൻ പ്രചരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മാഡം ആദ്യം ചോദിച്ചത്. രാമനാമം സന്ധ്യയ്ക്ക് ജപിക്കല്ലേ, ഹനുമാൻ ശപിക്കും. നമ്മൾ കേട്ട് വളർന്ന ഒരു മഹത്തായ ചോദ്യമാണിത്. ഇതിന് മറുപടി രാമായണ ചിന്തകൾ എന്ന ഒരു പങ്ക്തി എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ 1-ാമത്തെ ദിവസം മുതൽ 31 ദിവസം വരെ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാദങ്ങൾ പറയുമായിരുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസന്ത്രണ ഉപനിഷത്തിലെ മന്ത്രം മാത്രം മതി നമുക്ക് കലിയുഗത്തിൽ. വേറെ ഒരു നാമവും വേണ്ട. നാമം മുഴുവൻ തയ്യാറെടുത്ത് വെച്ചിട്ടുള്ള ഒരു ഗുളിക പരുവത്തിലെ മന്ത്രമാണിത്. നാരായണ മന്ത്രത്തിൻ്റെ 2-ാമത്തെ അക്ഷരമായ രായും നമശിവായ മന്ത്രത്തിൻ്റെ 2-ാമത്തെ അക്ഷരമായ മായും ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ മഹാമന്ത്രം. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ജപിച്ച് കഴിയുമ്പോൾ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമ എന്നൊന്ന് പറയുന്നത് 1000 നാമം ജപിച്ചതിന് തുല്യമാണെന്ന് ശ്രീപരമേശ്വരൻ പാർവതീ ദേവിയോട് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം പൂർത്തീകരിക്കുന്നത്. ആ നാമം സന്ധ്യയ്ക്ക് ചൊല്ലരുത്, ഹനുമാൻ ശപിക്കുമെന്ന് പറയുന്ന ഈ ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരമുണ്ടോ എന്ന് ഇതുപോലെ കവിതാ മഠത്തിനെ പോലൊരു ഉന്നതനായ പത്രപ്രവർത്തകൻ ആ വർഷം 2007 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് അങ്ങയുടെ ഒരു അഭിപ്രായം അറിയണം എന്ന് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എഴുതി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ എഴുതി കൊടുക്കുമ്പം നമുക്കും അത് ഉറപ്പായിട്ട് മനസ്സിൽ ഹൃദിസ്ഥമാവും. അന്ന് ഇതുപോലെ നവമാധ്യമങ്ങൾ അത്രയും ഇല്ലാത്ത ഒരു കാലമാണ്. പങ്ക്തിയിൽ അടിച്ചു വരിക, ഓരോ പത്രങ്ങളുടെയും പങ്ക്തിയിൽ അടിച്ചു വരുന്നു, ഒരു 4 ഓളം അതിനുവേണ്ടി മാറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ശുദ്ധ ഭോഷ്കാണ്. എന്താണ് ഹനുമാനെ അങ്ങയ്ക്ക് വേണ്ടത് എന്ന അവതാരം പൂർത്തീകരിക്കുന്നതിന് തൊട്ട് മുൻപ് ഓരോരുത്തർക്ക് വേണ്ട ആനുകൂല്യങ്ങളും പരിഗണനകളും സ്നേഹവും എല്ലാം കൊടുത്ത് യാത്രയാക്കുന്ന ഒരു ഭാഗം രാമായണത്തിലുണ്ട്. നമുക്കത് വാസ്തവത്തിൽ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും കണ്ണു നിറയും. തനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് അവരെ ആനുകൂല്യങ്ങൾ കൊടുത്ത്, സ്നേഹത്തിൻ്റെയാണ്, സമ്പത്തല്ല. അങ്ങ് അവിടെ പോയി വസിക്കുക, അങ്ങേ ഞാൻ ഒരു കാലത്തും മറക്കില്ല, 4 സഹോദരന്മാർ ഞങ്ങളുണ്ട്, അങ്ങ് 5-ാമത്തെ സഹോദരനാണെന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ കണ്ണുനീർ വാർത്തിരിക്കുക. ഹനുമാൻ സ്വാമിയോട് ചോദിച്ചു, അങ്ങയ്ക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? ഒരിക്കലും ഞാൻ അങ്ങയെ മറക്കില്ല. സുരജനസു ദുഷ്കരം കാര്യം കൃതം ത്വയ, സുഗ്രീവനും പ്രസാദിച്ചത് കേവലം. സീതയെ കണ്ടു എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് മാറോടണയ്ക്കുകയാണ്. ഉരസി മുഹുരപി മുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കടവും മാരുതപുത്ര ഭാഗ്യോദയം. ഭുവനതലം അതിലൊരുവൻ ഇങ്ങനെയില്ലഹോ, പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുന്ദരകാന്ഡം പൂർത്തീകരിക്കുന്നത്.
ഇത്രയും കാര്യങ്ങൾ എന്തെല്ലാം ത്യാഗം സഹിച്ചും ബുദ്ധിമുട്ടിയും സ്വന്തം രാമന് വേണ്ടി ചെയ്ത അങ്ങയ്ക്ക് പകരം വെക്കാൻ ഇനി ഒരാളുമില്ല. സുരജനസ്വ ദുഷ്കരം, ദേവന്മാർക്ക് പോലും കഴിയാത്ത കാര്യമാണ് അങ്ങ് ചെയ്തത്. ആ ഹനുമാൻ സ്വാമിയോടാണ് യുദ്ധകാണ്ഡത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം ചോദിച്ചത്. തൊഴുതുകൊണ്ട് ശ്രീരാമേന്ദ്രൻ അങ്ങോട്ട് തൊഴുകയാണ്, അങ്ങയ്ക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ആ മുഖത്ത് നോക്കിയാൽ കണ്ണുനീര് വരും. രാമൻ്റെ മുഖത്ത് നോക്കാനുള്ള ഒരു ത്രാണി ഹനുമാൻ സ്വാമിക്കില്ല. ആ പാദങ്ങളിൽ നോക്കി പറയുകയാണ്, സ്വാമിൻ പ്രഭോ, അങ്ങയുടെ നാമവും ചാരു ചരിത്രവും ഉള്ള കാലം ഈ ഭൂമിയിൽ വാഴുവാൻ അനുഗ്രഹിച്ചിടുക. സദാപി അവിടുത്തെ നാമം എനിക്ക് ചെവികളിലൂടെ കേൾക്കണം. അതിന് മാത്രമുള്ള അനുഗ്രഹം എനിക്ക് തന്നാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കുമ്പം മാഡം പറയും, എത്രയെത്ര രഘുനാഥ കീർത്തനം, തത്ര തത്ര കൃതമസ്തകാഞ്ജലി, ബാഷ്പവാരി പരിപൂർണലോചനം, മാരുതിയും നമത രാക്ഷസാന്തകം. അങ്ങയുടെ നാമം കേൾക്കുമ്പം ആനന്ദം കൊണ്ട് എനിക്ക് കണ്ണുനീർ വാർക്കാനുള്ള അനുഗ്രഹം തന്നാൽ മതി എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ ചെന്ന് ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് ശ്രീരാമചന്ദ്രനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. കുറേ നടക്കും, വീണ്ടും തിരിച്ചു വരും, കുറേ നടക്കും. പിന്നെ ആ രാമനെ പിരിയാനുള്ള വിഷമം കൊണ്ട് അങ്ങേയറ്റം ചെന്നിട്ട് ഓടി ഇങ്ങോട്ട് വരും. ഇതെല്ലാം കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ, ആ ഹനുമാൻ സ്വാമി സന്ധ്യയ്ക്ക് നാമനാമം എവിടെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. എൻ്റെ രാമൻ്റെ നാമം ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ജപിക്കുന്നുണ്ടോ, അത് കേട്ട് കണ്ണീർ വാർത്തിരിക്കാനുള്ള ഭാഗ്യം വരം ചോദിച്ച ആളിന് ഭഗവാൻ അത് കൊടുക്കുന്നത് ഭക്തജനങ്ങളിലൂടെയാണ്. ഭഗവാൻ കൊടുക്കാൻ സാധിക്കില്ല. ഭഗവാന് കൊടുക്കേണ്ടത് പലതും സജ്ജനങ്ങളിലൂടെയും നല്ലവരിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കൊടുത്ത പാരമ്പര്യമാണ് ഹിന്ദുമതത്തിൻ്റെ ബലം. ഒന്നും നേരിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലന് പോലും കൊടുത്തില്ല, അവിടെ എത്തിക്കായിരുന്നു. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ചിന്ത കൊണ്ട്, ഭഗവത് പ്രാപ്യത കൊണ്ട് നമുക്ക് കിട്ടും എന്ന ഒരു വലിയ സങ്കല്പം. ആ ശ്രീരാമചന്ദ്രൻ്റെ നാമം അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ, നമുക്കറിയാം ഒരു ഭഗവാന്മാരുടെയും കയ്യിൽ ഇന്നത്തെ പോലെ അവരാരും വാച്ച് കെട്ടിയിട്ടില്ല. അവരുടെ സങ്കല്പം കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നില്ല, അന്യരാജ്യത്തേക്ക് പോകുന്നു, പിന്നെയും വരുന്നു. അവരുടെ സമയം നോക്കുന്ന ഏറ്റവും വലിയ ഉത്തമമായ അന്വേഷണം പ്രപഞ്ചമാണ്. സൂര്യൻ ഉദിച്ചോ, സൂര്യൻ അസ്തമിക്കുന്നില്ല, അന്യരാജ്യത്തേക്ക് പോയി, അപ്പം പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചന്ദ്രൻ വരുന്നു. ഈ സന്ധ്യകളിലൊക്കെ സദാപി നാമജപമാണ് പറഞ്ഞത്. സന്ധ്യയ്ക്ക് നാമം ജപിക്കണമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളൂ. ആ നാമം കേട്ടാൽ ശപിക്കുമെന്ന് പറഞ്ഞത് ഈ നാമജപം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കലിയുഗത്തിൽ ഒഴിവാക്കാനുള്ള പദ്ധതിയായിരുന്നു. നമ്മുടെ സംസ്കാരത്തെ തകർക്കുന്നതിൽ ആദ്യം നടത്തിയത് നാമജപം വേണ്ട, സന്ധ്യയ്ക്കാണ് നാമജപം. അപ്പോൾ രാവിലെ ഒരു സന്ധ്യ, ഉച്ചയ്ക്കൊരു സന്ധ്യ, വൈകിട്ടൊരു സന്ധ്യ. രാവിലത്തെ സന്ധ്യ പ്രാതകാല സന്ധ്യ, ഉച്ചയ്ക്ക് മധ്യാഹ്നകാല സന്ധ്യ, വൈകിട്ട് സായംകാല സന്ധ്യ. ഇന്നത്തെ കാലത്ത് പരിശോധിച്ചാലും രാവിലത്തെ സന്ധ്യയ്ക്ക് അങ്ങനെ എല്ലാവർക്കും കൂടി ഇരുന്നൊരു നാമം ജപിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ല. കാല അവലോകനം കാര്യസാധ്യം നൃണമെന്ന് രാമായണത്തിൽ തന്നെ വസിഷ്ഠൻ ശ്രീരാമേന്ദ്രനെ പഠിപ്പിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് അങ്ങനെ മധ്യാഹ്നത്തിൽ നമുക്ക് നാമം ജപിക്കാൻ പറ്റില്ല. വൈകിട്ട് കൂലിപ്പണിക്ക് പോകുന്ന ആളായാലും ജില്ലാ കളക്ടറായാലും വൈകിട്ട് വന്നു, ഭാര്യ വീട്ടിലുണ്ട്, മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വന്നു, കിട്ടുന്ന ഒരു നല്ല സമയമാണ് മൂന്നാമത്തെ സന്ധ്യയായ 6 മുതൽ 7 മണി വരെയുള്ള 1 മണിക്കൂർ. ആ സമയത്ത് നാമം ജപിച്ചാൽ ഐശ്വര്യം വരുമെന്നുള്ളത് തകർക്കാൻ വേണ്ടി ചെയ്ത ഒരു പദ്ധതിയായിട്ടേ വളരെ ബാല്യം മുതൽ നാമം ജപിക്കുന്ന ഞങ്ങൾക്കൊക്കെ തോന്നാറുള്ളൂ. നമ്മുടെയൊക്കെ അമ്മയുടെ അമ്മയൊക്കെ മടിയിലെടുത്ത് വെച്ച് സഹസ്രനാമത്തിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയില്ലെങ്കിലും രാമ 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 പാഹി മാം, പാഹി എന്ന് വെച്ചാൽ രക്ഷിക്കണേ, മാം എന്നെ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമായണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാമായണം അക്കാലത്ത് പ്രചരിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൻ്റെ സത്യാനന്ദ സരസ്വതി സ്വാമിജിയാണ്. അവിടെ ഒരു രാമസങ്കല്പത്തിലുള്ള നീലകണ്ഠ ഗുരുപാദരുടെ സമാധിയുടെ മുന്നിലിരുന്ന് നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പകൽ രാമായണം വായിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളൊക്കെ രാമായണ മാസക്കാലത്ത് എന്നത് പ്രചരിപ്പിക്കും. രാമായണ മാസം എന്നൊരു സങ്കല്പം വന്നതും പി പരമേശ്വർജിയെ പോലെ സത്യാനന്ദ സരസ്വതി സ്വാമിജിയെ പോലെയുള്ള മഹാത്മാക്കൾ നമുക്ക് നൽകിയ ഒരു നിധിയാണ്. അപ്പോഴൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് സന്ധ്യയ്ക്ക് നാമജപം വേണം, ഇത് ആരോ കരുതി കൂട്ടി ചെയ്തതാണ്. പിന്നീട് കാലങ്ങൾ എത്രയോ കഴിഞ്ഞ് മള്ളിയൂരിലൊക്കെ എത്തിയപ്പോഴും എന്തായാലും രാമ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കൃഷ്ണ.
അപ്പം 3 രാമന്മാരെ ചിന്തിക്കണം. ബലരാമൻ, ശ്രീരാമൻ, പരശുരാമൻ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണനെ ചിന്തിക്കണം. ഇതെല്ലാം 3 തന്നെ. രാമ എന്ന് പറഞ്ഞാലും കൃഷ്ണ എന്ന് പറഞ്ഞാലും നമശിവായ എന്ന് പറഞ്ഞാലും നമ്മുടെ പാരമ്പര്യത്തിൽ ഇത്ര മഹത്തായ ക്ഷേത്രങ്ങളും നാമജപവും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇതിഹാസം. ഒരിക്കൽ ഞാൻ മള്ളിയൂരിൽ തന്നെ വേദിയിൽ ഭാരതന്മാർ പലരുമുണ്ട്. സ്വാഗതം പറയുന്നൊരു ചടങ്ങ് വന്നപ്പോൾ മഹാഭാരതവും രാമായണവും എന്ന് പറഞ്ഞതിന് പോലും തിരുമേനി എന്നെ തിരുത്തി. എൻ്റെ കൈ പിടിച്ചിങ്ങനെ ഇല്ലത്തേക്ക് പോകുമ്പോൾ അന്ന് നടന്ന ഒരു പരാമർശങ്ങൾ പലപ്പോഴും പറയും. അത് നമുക്കൊരു യുഗം പറയാം. അപ്പോൾ പറഞ്ഞു, രാമായണം മഹാഭാരതം എന്ന് പറയുന്നതാണ് ഒരു ഭംഗി, മറ്റത് തെറ്റല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രാമാവതാരം കഴിഞ്ഞാണ് കൃഷ്ണാവതാരം. അപ്പം അതാണ് ശരിയും. അപ്പം മഹാഭാരതം രാമായണം എന്ന് പറഞ്ഞത് തെറ്റല്ല. മഹാത്മാക്കളുടെ അപ്പോൾ 90 വയസ്സാണ്. 2010 90 വയസ്സാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ രോമാഞ്ചമണിഞ്ഞൊരു മുഹൂർത്തമാണ്. മഹാഭാരതം രാമായണം എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ രാമായണം മഹാഭാരതം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പോൾ അതിലുള്ള വാക്കുകളുടെ പോലും ഒരു ഘടന നോക്കി പറയാനുള്ള മഹാത്മാക്കളുടെ വായിൽ നിന്ന് വന്നതാണ്. ഒരിക്കലും ശപിക്കില്ല. രാമനാമം കേട്ട് അന്വേഷിച്ച് നടന്ന ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവർക്ക് അനുഗ്രഹം പറഞ്ഞേ, നാളെയും ഇവർക്ക് ജപിക്കാനുള്ള ഭാഗ്യമുണ്ടാകണേ എന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് തെറ്റായ ഒരു ദുർവ്യാഖ്യാനമാണെന്ന് നമുക്ക് അസന്നിഗ്ധം പറയാം.